My lords, India is not Modi, but more importantly, Modi is not what India was envisaged to be. The vision of the father of the nation, Mahatma Gandhi, preached non-violence and fought for a secular India. Indeed, it's this message that led to his early demise, tragically assassinated at the hands of a right-wing extremist, Nathuram Godse. ഈ അടുത്ത ദിവസം ട്വിറ്ററിൽ UK പാർലമെന്റ് അംഗം സയ്യിദ വാസിയുടെ ഒരു പഴയ പ്രസംഗം വൈറലായി. നല്ല രസമായിട്ട് അവർ ഇന്ത്യയിലെ കുറെ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കേട്ടിരിക്കാൻ ഒട്ടും സുഖമുള്ള കാര്യമല്ല. വളരെ അസ്വസ്ഥയും നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. BBC ഡോക്യുമെന്ററി ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ആ പഴയ പ്രസംഗം വീണ്ടും വൈറലായത്. പ്രസംഗം ഇങ്ങനെയാണ്: 2002 യോർഷറിലെ ചെറിയൊരു പട്ടണത്തിൽ ജീവിച്ച ബ്രിട്ടീഷ് പൗരത്വമുള്ള യുവാക്കൾ അവധിക്കായി ബാറ്റ്ലിയിൽ നിന്ന് ഗുജറാത്തിലേക്കൊരു യാത്ര പോകുന്നു. 2 സഹോദരങ്ങളും അവരുടെ മരുമകനും ഒരു സുഹൃത്തും കൂടി താജ്മഹലൊക്കെ കണ്ട് ഗുജറാത്തിലേക്ക് കാറിൽ തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ക്ഷുഭിതരായ ആൾക്കൂട്ടം അവരെ ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചത്. 3 പേർ കൊല്ലപ്പെട്ടു. കാർ ഡ്രൈവറെ ആൾക്കൂട്ടം കത്തിച്ചു കളഞ്ഞു. പരിക്കേറ്റ മരുമകൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഈ യുവാക്കൾ ഗുജറാത്തിൽ പെട്ടെന്നുണ്ടായ കലാപത്തിൽ മരിച്ചു പോയ ഇരകളാണ്. ഇന്ന് ആ സംഭവം ഗുജറാത്ത് കലാപം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് അവരെ മർദ്ദിച്ച് തീയിട്ട് കൊന്നു. വീടുകളും സ്ഥാപനങ്ങളും അക്രമികൾ കത്തിച്ചു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ നിന്ന് അക്കാലത്ത് ചോർന്ന ഒരു റിപ്പോർട്ടിൽ കലാപത്തിൽ നരേന്ദ്രമോദിക്കും സർക്കാരിനും പങ്കുണ്ടെന്ന് കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട്. അതോടെ ഗുജറാത്തിന്റെ കശാപ്പുകാരൻ എന്നാണ് നരേന്ദ്രമോദി അറിയപ്പെടുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന് യാത്രാ വിലക്കുകൾ ചുമത്തി. അതേസമയം ബ്രിട്ടൻ മോദിക്ക് പരിപൂർണ ബോയ്ക്കോട്ടാണ് ചുമത്തിയത്. 1 ദശാബ്ദത്തോളം അദ്ദേഹവുമായി യാതൊരു സംഭാഷണവും പാടില്ലെന്ന് തീരുമാനിച്ചിരുന്നു. നമ്മളെല്ലാവരും മോദിക്കെതിരെയുള്ള നടപടികളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതോടെ മോദിക്കുള്ള വിലക്കുകൾ അമേരിക്കയും ബ്രിട്ടനും മറ്റു രാജ്യങ്ങളും എടുത്തുമാറ്റി. മോദിയോടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടോ യോജിച്ചതുകൊണ്ടല്ല, മറിച്ച് അതാണ് ഒരു നീക്കുപോക്ക് നയം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹവുമായി ഇടപെടുന്നു എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നല്ല. ഒരു കാര്യം കൃത്യമായി പറയട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്നല്ല, ആരുമായും ഇടപെടാൻ എല്ലാ അധികാരവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കുണ്ട്. 1.4 ബില്യൺ ജനങ്ങളുള്ള വളർന്നു വരുന്ന ഇക്കണോമിയാണ് ഇന്ത്യ എന്ന രാജ്യം. നമ്മുടെ പ്രധാന വ്യാപാര പങ്കാളികളാണവർ. അതൊരു മതേതരവും വ്യത്യസ്തവുമായ നാടാണ്. നിരവധി ഇന്ത്യക്കാർ ബ്രിട്ടനിലുണ്ട്. ഇന്ത്യ എന്നാൽ മോദി എന്നല്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ഒരാളല്ല നരേന്ദ്രമോദി എന്നതാണ്. ഇന്ത്യയുടെ പിതാവ് മഹാത്മാഗാന്ധി പഠിപ്പിച്ചത് അഹിംസയുടെ പാഠമാണ്. ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. എന്നാൽ ആ സന്ദേശമാണ് മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന തീവ്ര വലതുപക്ഷ തീവ്രവാദികളുടെ കൈകളാൽ കൊല്ലപ്പെടാൻ കാരണമാക്കിയത്. ഗോഡ്സെയുടെ ഐഡിയോളജി ഹിന്ദുത്വയാണ്. ഹിന്ദുത്വ എന്നാൽ ഹിന്ദുയിസം അല്ല. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതങ്ങളിലൊന്നാണ് ഹിന്ദുമതം. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം ആത്മീയതയാണ്. മറ്റു മതങ്ങളുമായി ഈ അടുത്തുവരെ ഒന്നിച്ച് നിലനിന്നിരുന്നതാണത്. എന്നാൽ ഹിന്ദുത്വ എന്നാൽ അത് മതേതരമായ ഒരു സമൂഹത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. 1800കളുടെ അവസാനത്തിലുണ്ടായ അക്രമാസക്തമായ രാഷ്ട്രീയ വിചാരധാരയാണ്. ഇതിലെ സുപ്രധാന സംഘടനയാണ് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും ഐഡിയോളജി പിന്തുടരുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS. ഈ സംഘടനയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു വിലക്കിയിരുന്നു. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. ഒരു ഭാഗത്ത് നാനാവിധ വിശ്വാസങ്ങളുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യം, മറുഭാഗത്ത് ഹിന്ദുത്വ ഐഡിയോളജിയിൽ അധികാരം കൈയാളുന്നു. ഒരിക്കൽ വിലക്കപ്പെട്ടിരുന്ന RSS ഇന്ന് സെന്റർ സ്റ്റേജിലാണ്. അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ BJP അവരുടെ മാസ് ട്രെയിനിങ് ക്യാമ്പിലൂടെ മുൻ RSS പ്രചാരകനായ നരേന്ദ്രമോദിയുടെ സഹായത്തോടെ രാഷ്ട്രീയവും അക്രമവും ഒരുപോലെ കൈകാര്യം ചെയ്യുകയാണ്. 2002 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നാം ഗുജറാത്ത് കലാപത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെയാണ് ഇപ്പോൾ മോദി പ്രധാനമന്ത്രിയായപ്പോൾ നാം ഇന്ത്യയിലുടനീളം കാണുന്ന സംഭവങ്ങൾ.
ആൾക്കൂട്ട ആക്രമണം മുതൽ വീട് കത്തിക്കൽ വരെയും കൊള്ളയും ബലാത്സംഗവും തുടങ്ങി ഹിന്ദുത്വയുടെ അക്രമാസക്തമായ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരും ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പൊതുസമൂഹം നിലകൊള്ളുന്നത് തങ്ങളുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുള്ള മതേതരത്വം എന്ന ആശയത്തിലാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ദലിത് വിഭാഗങ്ങളോടുള്ള വിവേചനം, മിശ്രവിവാഹിതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, മതം മാറ്റ നിരോധന നിയമം, പൗരത്വ ഭേദഗതി നിയമം എന്നിവ പാസാക്കി കൊലപാതകങ്ങൾ, തീവെപ്പുകൾ, ന്യൂനപക്ഷ വീടുകൾ കത്തിക്കൽ, ആരാധനാലയങ്ങൾ തകർക്കൽ, മതത്തെ അടിസ്ഥാനമാക്കി വ്യാപാര സ്ഥാപനങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യൽ, മദർ തെരേസയെ പോലെയുള്ളവരുടെ സേവനങ്ങൾ ഇന്ത്യൻ ക്രിസ്ത്യൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള പറഞ്ഞുപരത്തിൽ തുടങ്ങി ഇന്ന് ഇതെല്ലാം മുഖ്യധാരാ വിശ്വാസങ്ങളായി മാറിയിരിക്കുകയാണ്. കുറേ കാലമായിട്ട് ഇന്ത്യൻ പൊതുസമൂഹം ഇതിനെതിരെ മുന്നറിയിപ്പുകൾ തന്നിരുന്നു. മോദിക്കെതിരെ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾക്കും ഭയവും വർഗീയ വിദ്വേഷവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നുവെന്നാരോപിച്ച് 2020 ചില സ്ത്രീ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഈ വർഷം ആദ്യം ചില ഉദ്യോഗസ്ഥർ മോദിക്കൊരു തുറന്ന കത്തെഴുതുകയുണ്ടായി. അതിൽ മോദിയും സർക്കാരും അക്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ആരോപിക്കുന്നു. ഈ അക്രമത്വര ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രമല്ല മറിച്ച് ഭരണഘടനയെ തന്നെയാണ് തകർക്കുന്നതെന്ന് കത്തിൽ പറയുന്നു. അക്രമത്തിൽ മോദി കാണിക്കുന്ന മൗനം കാതടപ്പിക്കുന്നതാണെന്നാണ് വിമർശനം. സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാക്കേണ്ട നിയമങ്ങൾ അത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് അവരെ നിരന്തരം ഭയത്തിൽ നിലനിർത്തുകയാണെന്ന് കത്തിൽ പറയുന്നു. സ്വന്തം പാർട്ടിയുടെ ബലത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് നിർത്താനും കത്തിൽ മോദിയോട് ആവശ്യപ്പെടുന്നു. ഇതിനേക്കാളൊക്കെ മോദിയോ അവരുടെ സർക്കാരോ ഒരിക്കൽ പോലും ആക്രമണങ്ങളെ അപലപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അക്രമമുണ്ടാക്കിക്കോ എന്ന് അവർ പറഞ്ഞതായ പല തെളിവുകളും ഇന്ന് പൊതുസമൂഹത്തിൽ ലഭ്യവുമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം നമുക്ക് പറ്റാത്തവരോട് നമ്മൾ സംസാരിക്കാൻ പോകരുതെന്ന്. പക്ഷെ ഇന്ത്യയുമായി വ്യാപാരവും സഹകരണവും നാം മുന്നോട്ട് പോകുമ്പോൾ നാം മറക്കാതിരിക്കേണ്ടത് നമ്മുടെ സഹപൗരന്മാരവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അവർക്ക് നീതി ലഭ്യമായിട്ടില്ലെന്ന് മാത്രമല്ല, അവർ നല്ലൊരു ശവസംസ്കാരം പോലും നിഷേധിക്കപ്പെട്ടവരാണ്. ഷക്കീൽ ദാവൂദ്, സൗദ് രാവൂദ്, 20 വയസ്സുള്ള മുഹമ്മദ് അസ്വദ്, ബാറ്റ്ലിയിലെ യുവാക്കൾ, ഇതിൽ അസ്വത്ത് ഒഴികെ ആരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ പോലും നമുക്ക് തിരികെ ലഭിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ദാവൂദിന്റെ കുടുംബത്തെ കാണാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ദാവൂദ് സഹോദരങ്ങളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നൽകാൻ ഇന്ത്യയോട് നമ്മൾ ആവശ്യപ്പെടണം. അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സമയമായി ഉള്ള ഇത്രയും ഭാഗമുള്ള ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പാണ് ട്വിറ്ററിൽ ഇപ്പോൾ വളരെ വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. My lords, in 2002, in a small town in Yorkshire, young British men we had grown up with travelled from Batley to Gujarat in India for a holiday. Two brothers, their nephew and a friend, were being driven back after a tour of the Taj Mahal when their car was attacked by an angry mob. 3 were murdered, the driver was set alight, and the nephew, despite his injuries, survived. These men became victims of a spate of violence now known as the Gujarat riots, in which thousands lost their lives, women and girls were raped, beaten and burnt, and homes and businesses were set alight. The Chief Minister of the state of Gujarat at that time was one Narendra Modi. A leaked report at the time by the British High Commission in New Delhi specifically blamed the violence on the Chief Minister Modi and his government. It led to Narendra Modi being described as the butcher of Gujarat, with travel bans imposed on him by many, including the United States, whilst we in Britain imposed a total boycott of Modi, refusing to engage with him for a decade. Our collective assessment of and response to Modi was right at the time. Years later, Modi looked set to become Prime Minister of India, and the United States, the UK and others found ourselves having to unban and re-engage. Not, my lords, because we agreed with him, nor had any truck with his ideology, but because it was expedient to do so. Indeed, we said as much, making it clear that engagement was not endorsement. My lords, let me say clearly, we are right to engage the Prime Minister of India, whoever that may happen to be. India is a country of 1.4 billion, a rising economy, an important trade partner, and a secular and diverse nation with an important and valued diaspora in Britain. My lords, India is not Modi, but more importantly, Modi is not what India was envisaged to be. The vision of the father of the nation, Mahatma Gandhi, preached non-violence and fought for a secular India. Indeed, it's this message that led to his early demise, tragically assassinated at the hands of a right-wing extremist, Nathuram Godse, a follower of a political ideology known as Hindutva. My lords, Hindutva is not Hinduism.
The great faith of Hinduism, one of the oldest religions in the world, practiced for thousands of years, rooted in spirituality, is one that has always coexisted with other beliefs. Hindutva, on the other hand, diminishes plural secular societies. It is a political, violent ideology from the late 1800s. It underpins the far-right movement, the Rashtriya Swayamsevak Sangh, the RSS, is influenced and inspired by the ideologies of Hitler and Mussolini, and was banned by Indian Prime Minister Nehru. And this, my lords, lays out the tension in today's India. On the one hand, a diverse, multi-faith, secular India, and on the other, a country where the ideology of Hindutva underpins the politics of power, with the one-banned RSS now playing centre stage, engaged in politics through its political wing, the BJP, and in violence through its mass training camps, led by Prime Minister Modi, an ex-RSS Pracharak, a senior propagator. My lords, what we saw play out in Gujarat 2002 under Chief Minister Modi, we are now tragically seeing play out across India under Prime Minister Modi. From lynchings to burnings of home, lootings to rape, the ideology of Hindutva and its promoters has attracted widespread criticism. From Indian civil society committed to a secular state as enshrined in the Indian constitution. Discrimination and harassment of Christian, Muslim, Sikh and Dalit communities, attacks on those in interfaith marriages, the passing of anti-conversion and citizenship amendment laws, targeted killings, burning and bulldozing of minority homes, desecrations of places of worship, boycott of businesses based on religion, and even citing Mother Teresa and her work as a Christian conspiracy are now mainstream. For years, Indian civil society have been sounding the alarm bells. Women groups in 2020 accused Modi of encouraging communal hate and fear-mongering, making women of all communities feel more insecure and threatened. And civil servants earlier this year took the unprecedented step of writing an open letter to Modi, accusing the state of being fully complicit, and I quote, in the frenzy of hate-filled destruction targeting not just minorities, but the constitution itself, criticising Modi's silence on the violence as deafening, arguing that the law, instead of being an instrument for maintaining peace and harmony, had become the means by which minorities were being kept in a state of perpetual fear, and urging Modi to, I quote, call for an end to the politics of hate that governments under your party's control are so assiduously practicing. My lords, at best, Modi and his senior ministers never condemn the violence. At worst, their rhetoric through words on public record instigate and feed the violence. So in conclusion, my lords, I understand we often have to hold our nose and trade with those with whom we would rather not. But as we move forward with our trade and cooperation agreement with India, let's not forget our fellow citizens murdered there, who have been denied justice and even the dignity of a burial. Shakil Dawood, Sayeeda Dawood, the boys from Bale, whose remains have never been returned, and Mohammed Aswat. 20 years on, I urge my noble friend to meet the Dawood family, to ask for the return of their family's remains. It's time to bring them home.